ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നരുക്കിനി വീട്ടിൽ കയറി തോക്കു ചൂണ്ടി അക്രമം നടത്തിയ സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് ബീച്ചിലെ പോർട്ട് ബംഗ്ലാവ് സ്വകാര്യ കമ്പനിക്ക് നടത്തിപ്പിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നാരോപിച്ച് കർഷക തൊഴിലാളികളുടെ പ്രതിഷേധ പരിപാടി. ഫ്യൂച്ചർ സ്കോളേഴ്സ് ടാലന്റ് ക്വസ്റ്റ് ആദ്യഘട്ട പരീക്ഷ ജൂലൈ 19 നടക്കാവ് HSS-ൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നരുക്കിനി പന്നിക്കോട്ടൂരിൽ വീട്ടിൽ കയറി തോക്കു ചൂണ്ടി അക്രമം നടത്തിയ സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. പ്രതികളെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി. വീട്ടുടമയായ റഹീസിന്റെ സഹോദരൻ റമീസിന്റെ മുൻ ഭാര്യയുടെ പിതാവ് ഓമശ്ശേരി സ്വദേശി ബഷീർ, സഹോദരൻ റഷീദ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന 3 പേർക്കുമെതിരെയാണ് കേസ്. റമീസ് മുൻ ഭാര്യയ്ക്കെതിരെ നൽകിയ കേസുകൾ കോടതിയിൽ ഒത്തുതീർപ്പാക്കാൻ തടസ്സം നിൽക്കുന്നത് റഹീസ് ആണ് എന്നാരോപിച്ചായിരുന്നു അക്രമമെന്നാണ് ആരോപണം. അതായത് വീട്ടിലെ 3 ആൾക്കാർ വന്നു കഴിഞ്ഞ് നിങ്ങൾ ബെല്ലടിച്ച് ആദ്യം ചെറിയ മോൻ പോയി നോക്കി. ആരോ വിളിക്കുന്നതാണ്. ഞങ്ങൾ രണ്ടാളും ഇരിക്കാനും. അപ്പൊ ആദ്യം ഓന് പോയി പുറത്തേക്ക് ഇറങ്ങി. ഇവര് 3 എന്തോ ചീത്ത പറയുകയും പിന്നെ അങ്ങനെ ഈ കേസിന്റെ കഥ പറയുകയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വന്നും കഴിഞ്ഞ് ഞങ്ങളെ തോക്കെടുത്ത് ചൂണ്ടുകയും പിന്നെ കഴുത്തിലൊക്കെ പിടിച്ച് പാപ്പനെയും മോനെയും കൂടി നിലത്ത് തള്ളിയിട്ടാണ്. മുമ്പത്തെ ഭാര്യയുടെ ആങ്ങളെയും പാപ്പയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് നിങ്ങൾ കോംപ്രമൈസ് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഭവിഷ്യത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ 4-5 ദിവസമായി ഞങ്ങൾ ഇന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പോലും വണ്ടി ഒന്ന് തട്ടിച്ചാൽ പിന്നെ ജീവൻ എടുക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കോംപ്രമൈസ് ആക്കാൻ ഞാൻ ഒരുക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാള് താടി ഒന്നുമില്ലാത്തൊരു മീശ മാത്രം വെച്ചൊരു ആളുണ്ടായിരുന്നു. അയാൾ അരിന്ന് തോക്കെടുത്ത് ചൂണ്ടി. അപ്പം അത് കണ്ട് വാപ്പയും ഉമ്മയും എല്ലാവരും കൂടെ പിടിച്ച് തള്ളി. അത് ഞാനും പാപ്പയും തെറിച്ച് അവിടെ വീണ്. അയാൾ ആ സമയത്ത് താഴേന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വരുന്ന ആൾക്കാരെ കണ്ട് പിന്നെ ഇവരെ ഇറങ്ങി ഓടി. പ്രതികളെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. കോഴിക്കോട് ബീച്ചിൽ മാരിടൈം ബോർഡിന്റെ കൈവശമുള്ള പോർട്ട് ബംഗ്ലാവ് സ്വകാര്യ കമ്പനിക്ക് നടത്തിപ്പിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കെ. പ്രവീൺകുമാർ MLA നിയമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പോർട്ട് ബംഗ്ലാവ് ഉൾപ്പെടുന്ന 2.5 ഏക്കർ സ്ഥലം രാജ്യാന്തര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന്റെ ഭാഗമായി ടെൻഡർ വിളിച്ചപ്പോൾ അതിലേറ്റവും കൂടിയ തുക ടെൻഡറിൽ രേഖപ്പെടുത്തിയ കമ്പനിയെ മാറ്റി എല്ലാ വ്യവസ്ഥകളും ലംഘിച്ച് മറ്റൊരു കമ്പനിക്ക് കൊടുക്കാനുള്ള ശ്രമം LDF സർക്കാരിന്റെ കാലത്ത് നടന്നതായും പ്രവീൺകുമാർ പറഞ്ഞു. ഇത് പുനഃപരിശോധിച്ച് വിവാദരഹിതവും സുതാര്യവുമായ രീതിയിൽ പദ്ധതി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കർഷക തൊഴിലാളികൾ പ്രതിഷേധിച്ചു. KSKTU നേതൃത്വത്തിൽ കോഴിക്കോട് BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുറപ്പ് അട്ടിമറിക്കെതിരെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സമരങ്ങൾ സംഘടിപ്പിച്ചു. KSKTU നേതൃത്വത്തിൽ 17 ഏരിയ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുയർന്നു. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് നടന്ന സമരത്തിൽ ഓരോ കേന്ദ്രങ്ങളിലും 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. KSKTU നേതൃത്വത്തിൽ കോഴിക്കോട് മാനാഞ്ചിറയിൽ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ കമ്മിറ്റി അംഗം TV നിർമ്മലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന
ഈ രാജ്യത്തെ അശരണരും പാവപ്പെട്ടവരുമായിട്ടുള്ള ഗ്രാമീണ മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ വലിയ രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയാണ് ഇന്നലെ ജൂൺ മാസം 30 ഇന്ത്യ രാജ്യത്ത് അവസാനിക്കുകയും ഇന്ന് ജൂലൈ മാസം 1 രാജ്യത്തിന്റെ മുന്നിൽ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വരികയാണ്. അതിൻ്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നതിൻ്റെ പേര് തന്നെ മാറ്റി, മഹാത്മാഗാന്ധിയെ ആ പദ്ധതിയിൽ നിന്നും എടുത്തുമാറ്റി പകരം BPG റാം എന്ന് പറയുന്ന ഒരു പേരിലാണ് പുതിയ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കുന്നത്. രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന്റെയും RSSന്റെയും പിന്തുണയോടുകൂടി രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ സമീപനം ആരോടാണ്, അവരുടെ മനോഭാവം എന്താണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നിയമം. നോർത്ത് ഏരിയ സെക്രട്ടറി OK ശ്രീലേഷ് അധ്യക്ഷനായിരുന്നു. ടൗൺ ഏരിയ സെക്രട്ടറി N ജിജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK ഷീബ, ബീന, ഷഹർബാനു തുടങ്ങിയവരും സംസാരിച്ചു. KSKTU ഫറൂഖ് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലും ഫറൂഖ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫ്യൂച്ചർ സ്കോളേഴ്സ് ടാലന്റ് ക്വസ്റ്റ് ആദ്യഘട്ട പരീക്ഷ ജൂലൈ 19 നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് HSSൽ നടക്കും. കോഴിക്കോട് ജില്ലയിലെ 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സെറീന ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷ എഴുതുന്നതിന് മാത്രമല്ല, അവരെ വളർന്നു വരുന്ന കാലഘട്ടത്തിലേക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ തയ്യാറെടുപ്പിക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കാനും അതോട് ചേർന്ന് ക്വിസ് പ്രോഗ്രാം പോലെയുള്ള പരിപാടികൾ നടത്തി അതിലും അവർക്ക് പ്രാഗൽഭ്യം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ് ഫ്യൂച്ചർ സ്കോളേഴ്സ് ടാലന്റ് ക്വസ്റ്റിലെ കോർ സ്കിൽസ് അസസ്മെന്റ് ടെസ്റ്റ് ജൂലൈ 19 നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് HSSൽ നടക്കും. 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിഭാഗത്തിലും 11-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിഭാഗത്തിലുമാണ് ടെസ്റ്റ് നടക്കുക. ഓരോ സ്കൂളിൽ നിന്നും 5 വിദ്യാർത്ഥികളെ വീതം പങ്കെടുപ്പിക്കാം. മികവ് പുലർത്തുന്നവരെ ഉൾപ്പെടുത്തി 2ാം ഘട്ടത്തിൽ ഫ്യൂച്ചർ സ്കോളേഴ്സ് ഡിസ്ട്രിക്ട് ക്വിസ് ചാമ്പ്യൻഷിപ്പ് നടത്തും. ക്ലാസ് 9 and 10 കാറ്റഗറി 1, 11 and 12 കാറ്റഗറി 2 ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികളെ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ അവരുടെ കഴിവ് മനസ്സിലാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പൊതു കോമ്പറ്റീറ്റീവ് എക്സാം, മത്സര പരീക്ഷകളിൽ കുട്ടികൾക്ക് തയ്യാറെടുക്കാനുള്ള ഒരു പ്രാവീണ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 94
44301964 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ട്രസ്റ്റ് ചെയർമാൻ PP സുധാകരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ PM പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടക പ്രവർത്തകൻ പത്മൻ പന്തീരാങ്കാവിനെ പാറക്കുളം യുവജന വായനശാല ആൻഡ് ആർട്സ് ക്ലബ്ബ് അനുസ്മരിച്ചു. നാടകരചയിതാവ് സതീഷ് K. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. പത്മൻ പന്തീരാങ്കാവ് അനുസ്മരണം പാറക്കുളം യുവജന വായനശാല ആൻഡ് ആർട്സ് ക്ലബ്ബിൽ നടന്നു. നാടക പ്രവർത്തകൻ സതീഷ് K. സതീഷ് ഉദ്ഘാടനം ചെയ്തു. വളരെ നാട്ടുമ്പുറത്തിൻ്റെ ഒരു മനസ്സിൽ നൽകുന്നത് വല്ലാത്ത ഇപ്പൊ ഈ നദിയൊക്കെ നഗരം ആക്രമിച്ച് തുടങ്ങുമ്പോഴും എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വലിയ അപേക്ഷ, കാണുമ്പോൾ ഒരു ചിരി തരിക, ചേർത്ത് പിടിക്കുക. പപ്പേട്ടൻ അതായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ടൗണിലുള്ളത് ആട്ടുകാരറിയിൽ വെച്ച് കാണുമ്പോൾ എവിടെയും സൈസായി ഇത്രയൊക്കെ ചോദിച്ചിട്ട് ഒരു ചിരിയുണ്ട്. പല്ലിലുള്ള വരുന്ന ആ ചിരിയും ആ ചേർത്ത് പിടിക്കലൊക്കെ ഞാൻ ആവോളം അനുഭവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര, ടച്ച്. ഒരു മനുഷ്യൻ നമ്മളോട് പ്രകടിപ്പിക്കുന്ന അറ്റമില്ലാത്ത ആഴമില്ലാത്ത സ്നേഹം പപ്പേട്ടനിൽ നിന്ന് കോഴിക്കോടുകാർ അനുഭവിച്ചിട്ടുണ്ട്. ബഹുമുഖ പ്രതിഭയായിരുന്നു പപ്പേട്ടൻ. നടൻ, നാടകക്കാരൻ, നാടകൃത്ത്, പാട്ടുകാരൻ, സംഗീതം, അങ്ങനെ ഉടനീളം ആ ചോരയിൽ ഒരു കലയുടെ വിവിധ നിറങ്ങൾ സമന്വയിച്ചു വന്നൊരു മനുഷ്യൻ. ഗോപി എടത്തുവ അനുസ്മരണ പ്രഭാഷണം നടത്തി. T. സജീവൻ അധ്യക്ഷത വഹിച്ചു. ധനരാജ്, ശിവദാസ് പന്തീരാങ്കാവ്, ജയപ്രകാശ് കാര്യാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പത്മൻ പന്തീരാങ്കാവിന്റെ തുടിത്തോറ്റം എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പന്തീരാങ്കാവ്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും വേൾഡ് ഹാപ്പിനെസ് കോഡും സംയുക്തമായി വ്യവസായ വളർച്ചയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ ശില്പശാല നടത്തി. ശില്പശാലയിൽ എയുടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും സാധ്യതകൾ വിശദീകരിച്ചു. സംരംഭക വിജയത്തിന് മൂലധന നിക്ഷേപം മാത്രം മതിയാകില്ലെന്നും ഫലപ്രദമായ പ്രചാരണവും സർഗാത്മകമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അത്ര തന്നെ നിർണായകമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധിയുടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തിയും അവർ ചൂണ്ടിക്കാട്ടി. ചേംബർ ഭവനിൽ നടന്ന ശില്പശാല കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാതെ നമ്മുടെ എക്സിസ്റ്റൻസ് ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, ടെക്നോളജി നമ്മുടെ ബിസിനസ്സിൽ അപ്ഗ്രേഡ് ചെയ്യാത്തോളം കാലം നമുക്ക് നമ്മുടെ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യണം. ചേംബർ സെക്രട്ടറി ബോബിഷ് കുന്നത്ത് അധ്യക്ഷനായി. വേൾഡ് ഹാപ്പിനെസ് കോഡ് ചീഫ് സ്ട്രാറ്റജി ഓഫീസർ അനിൽകുമാറും അജീഷ് സുരേഷും വിഷയാവതരണം നടത്തി. ചേംബർ വൈസ് പ്രസിഡന്റ് PM ഷാനവാസ്, ട്രഷറർ അർഷാദ്, ആദിരാജ്, റാഫി P. ദേവസ്യ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വേൾഡ് ഡോക്ടേഴ്സ് ഡേയിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് ഡോക്ടർമാരെ ആദരിച്ചു. വിശിഷ്ട വ്യക്തികളെ ലയൺസ് സാരഥികൾ പൊന്നാടയണിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് വേൾഡ് ഡോക്ടേഴ്സ് ഡേയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ടേഴ്സറി ക്യാൻസർ സെന്ററിലെ സർജറി വിഭാഗം തലവൻ ഡോക്ടർ ശ്രീകാന്ത് എസ് കുമാറിനെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജാൻസി CK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ MK സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ക്യാൻസർ സെന്റർ നോഡൽ ഓഫീസറായ ഡോക്ടർ അജയ് കുമാർ, ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ PC മുരളീധരൻ, ക്യാൻസർ ഹോസ്പിറ്റൽ ഡോക്ടർ ദിബിൻ, ഡോക്ടർ കുഞ്ഞി മുഹമ്മദ് എന്നിവരെയും ചടങ്ങിൽ പൊന്നാടയിട്ട് ആദരിച്ചു. ലയൺസ് കോർഡിനേറ്റർമാരായ P സജീവ് കുമാർ, K കനകരാജൻ, അബ്ദുൽ കബീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി രാജീവ്, ട്രഷറർ ഷൈജ സന്തോഷ്, ക്ലബ്ബ് ബോർഡ് മെമ്പറായ അനിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഴ്ചവട്ടം സ്നേഹം കൂട്ടായ്മ ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. ചടങ്ങിന്റെ ഉദ്ഘാടനം സിനിമാ നടൻ കോഴിക്കോട് നാരായണൻ നായർ നിർവഹിച്ചു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് സ്നേഹം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ പ്യൂരിഫയർ നൽകിയത്. ചടങ്ങ് പ്രമുഖ സിനിമാ നടൻ കോഴിക്കോട് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹം കൂട്ടായ്മ കൺവീനർ BK പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്നത് കേവലം രക്ഷിതാക്കളുടെ മാത്രം കടമയല്ല, അധ്യാപകരുടെയും കടമയല്ല, സർക്കാരിന്റെയും കടമയല്ല, പൂർണ്ണമായിട്ട് അവരുടെ കടമയല്ല, ഒപ്പം തന്നെ ഈ സമൂഹത്തിന്റെയും കടമയാണ്. കാരണം നിങ്ങൾ പഠിച്ച് വലുതായി വലിയ ഉദ്യോഗങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനും അതിനുള്ള ഗുണമുണ്ടാകും, നിങ്ങൾക്കും ഉണ്ടാകും, സമൂഹത്തിനും വലിയ ഗുണങ്ങളുണ്ടാവും നിങ്ങളെ കൊണ്ട്. അതുകൊണ്ട് സമൂഹം നിങ്ങളെ എപ്പോഴും ശ്രദ്ധയോടെ കാര്യങ്ങൾ വീക്ഷിക്കുകയും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമം നടത്തും. അതിന്റെ ഭാഗമാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെറിയൊരു പോരായ്മയായിരുന്നു വാട്ടർ പ്യൂരിഫിക്കർ. വാർഡ് കൗൺസിലർ സഫ്രീന ആബിദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. GHSS HM മുഹമ്മദ് മുസ്തഫ PT, മുൻ HM ഓംകാരനാഥൻ, അധ്യാപകരായ അജീഷ് മാത്യു, K ഹേമലത, AK സുരേഷ്, ആഴ്ചവട്ടം GHSS പ്രിൻസിപ്പൽ കവിത VR തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയിൽ ബേപ്പൂർ കോർപ്പറേഷൻ 50-ാം വാർഡിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാജീവ് ആദ്യ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന് ബേപ്പൂർ വില്ലേജിൽ വാർഡ് 50-ൽ തുടക്കമായി. സജീർ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാജീവ് തൈകൾ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ കൃഷി ഓഫീസർ ഷമാ ബീഗം പദ്ധതി വിശദീകരിച്ചു. കൗൺസിലർമാരായ തസ്ലീന, നിമ്മി എന്നിവർ സംസാരിച്ചു. രാജീവ് തിരുവച്ചിറ, കാർത്തികേയൻ, രാജേഷ്, പ്രകാശൻ, രജനി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ റഹീന KT, കൃഷി അസിസ്റ്റന്റ് രേഷ്മ TK എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെ നടക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ജൂലൈ 3-ന്
കെ ദാമോദരൻ ചരമദിനം കോഴിക്കോട്ട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ശിക്ഷക് സദനിൽ നടക്കുന്ന അനുസ്മരണ പരിപാടി പ്രമുഖ തമിഴ് സാഹിത്യകാരൻ ആധവൻ ദീപ്ചന്യ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത എഴുത്തുകാരി BM സുഹറ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ കെ ചന്ദ്രൻ, N ഉദയൻ എന്നിവർ സംബന്ധിച്ചു. നാടക സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ A ശാന്തകുമാർ സംസ്ഥാനതല നാടക പുരസ്കാരം പ്രമുഖ നാടക പ്രവർത്തകൻ ഗോപിനാഥ് കോഴിക്കോടിന് നൽകും. ജൂലൈ 3 വൈകിട്ട് 5 മണിക്ക് ടൗൺ ഹാളിൽ നടക്കുന്ന A ശാന്തകുമാറിന്റെ 5ാം അനുസ്മരണ സമ്മേളനം ശാന്തനോർമ്മ എന്ന പരിപാടിയിൽ നാടക സംസ്ഥാന സെക്രട്ടറി J ശൈലജ പുരസ്കാരവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും സമ്മാനിക്കും. ചടങ്ങിൽ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ജയപ്രകാശ് കുളൂർ, KR മോഹൻദാസ്, മനോജ് നാരായണൻ, നിതീഷ് പൂക്കാട്, കലാമണ്ഡലം സന്ധ്യ രാമചന്ദ്രൻ എന്നിവരെയും ആദരിക്കുമെന്ന് നാടക ജില്ലാ ഭാരവാഹികളായ NV ബിജുവും ഗംഗാധരൻ ആയടത്തിലും അറിയിച്ചു. അഡ്വക്കേറ്റ് A സുജനപാലിന്റെ 15ാമത് അനുസ്മരണം ജൂലൈ 3 വെള്ളിയാഴ്ച കോഴിക്കോട് DCC ഓഫീസിലെ ഉമ്മൻചാണ്ടി ഹാളിൽ വെച്ച് നടത്തും. അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യ പ്രഭാഷണം നടത്തും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയെ പങ്കെടുക്കും. ചടങ്ങിൽ എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ സുധാ മേനോന് സുജനപാൽ ലിറ്ററേച്ചർ അവാർഡ് സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ KC അബു, ജനറൽ കൺവീനർ രവീന്ദ്രൻ കേളോത്ത്, കൺവീനർമാരായ കണ്ടിയിൽ ഗംഗാധരൻ, PT ധർമ്മരാജ്, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നരുക്കിനി വീട്ടിൽ കയറി തോക്കു ചൂണ്ടി അക്രമം നടത്തിയ സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് ബീച്ചിലെ പോർട്ട് ബംഗ്ലാവ് സ്വകാര്യ കമ്പനിക്ക് നടത്തിപ്പിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നാരോപിച്ച് കർഷക തൊഴിലാളികളുടെ പ്രതിഷേധ പരിപാടി. ഫ്യൂച്ചർ സ്കോളേഴ്സ് ടാലന്റ് ക്വസ്റ്റ് ആദ്യഘട്ട പരീക്ഷ ജൂലൈ 19 നടക്കാവ് HSS. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.